കർണാടക സർക്കാരിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നായ ബംഗളൂരു മൈസൂർ ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ വിഷയത്തിൽ സുപ്രധാനമായ നിയമ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശം സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തു. 25 വർഷമായി തുടരുന്ന ഈ മഹാപദ്ധതിയിൽ ഇതുവരെ 1 കിലോമീറ്റർ മാത്രമാണ് നിർമ്മാണം പൂർത്തിയായതെന്ന ചൂണ്ടിക്കാട്ടലോടെയാണ് ഹൈക്കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചത്. പദ്ധതി നടപ്പാക്കാനുള്ള ചുമതലയുള്ള നൈസ് ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എന്റർപ്രൈസസ് സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി ഇടപെടലുണ്ടായത്. ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാറും കെ വിനോദ് ചന്ദ്രനും അടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിലൂടെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം താൽക്കാലികമായി തടഞ്ഞത്. IT നഗരമായി ബംഗളൂരുവിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തതാണ് മൈസൂർ ബംഗളൂരു കോറിഡോർ പദ്ധതി. എന്നാൽ പദ്ധതിയുടെ പുരോഗതി അത്യന്തം ദുർബലമാണെന്നും 25 വർഷത്തിനിടെ 1 കിലോമീറ്റർ മാത്രമാണ് നിർമ്മാണം പൂർത്തിയായതെന്നും ചൂണ്ടിക്കാട്ടിയാണ് 2026 ജനുവരി 9 ഹൈക്കോടതി പദ്ധതി ഉപേക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഇത്രയും വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു പ്രായോഗികതയും ഇല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. മൈസൂരിനെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിക്കുന്ന 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നിർദ്ദിഷ്ട ഇടനാഴി ബംഗളൂരുവിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ നിരവധി പ്രധാന റോഡുകളുമായി ചേർന്നാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇത്രയും ദൈർഘ്യമുള്ള എക്സ്പ്രസ് വേയിൽ 1 കിലോമീറ്റർ മാത്രമാണ് പണി പൂർത്തിയായതെന്ന് ഗുരുതര പരാജയമായിട്ടാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. ബംഗളൂരുവിന്റെ ജനസംഖ്യ 1.4 കോടി പിന്നിട്ടിട്ടും പദ്ധതി ലക്ഷ്യമിട്ട പ്രധാന ഗതാഗത സൗകര്യങ്ങൾ ഒന്നും തന്നെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ജസ്റ്റിസ് DK സിംഗും ജസ്റ്റിസ് വെങ്കടേഷ് നായിക് ടിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നൈസ് ഏകദേശം 47 കിലോമീറ്റർ പെരിഫറൽ റോഡുകൾ വികസിപ്പിച്ച് അവയിൽ നിന്ന് ടോൾ പിരിച്ചു വരുന്നുണ്ടെങ്കിലും മുഖ്യ എക്സ്പ്രസ് വേയും ടൗൺഷിപ്പ് വികസനവും ഇതുവരെ പൂർത്തിയാകാത്ത നിലയിലാണ് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. കഴിഞ്ഞ 35 വർഷത്തിനിടെ ഒരു ടൗൺഷിപ്പ് പോലും വികസിപ്പിച്ചിട്ടില്ലെന്നതും കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. 1995 തയ്യാറാക്കിയ ബംഗളൂരു മൈസൂർ ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ പദ്ധതി റിപ്പോർട്ടിൽ എക്സ്പ്രസ് വേകൾ, താമസ വ്യവസായിക ടൗൺഷിപ്പുകൾ, വൈദ്യുതി നിലയങ്ങൾ, ജലശുദ്ധീകരണ യൂണിറ്റുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ വികസന ദൃശ്യം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അഴിമതി ആരോപണങ്ങൾ, രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ, ഭരണപരമായ കാലതാമസം തുടങ്ങി നിരവധി തടസ്സങ്ങൾ പദ്ധതിയുടെ പുരോഗതിയെ താളം തെറ്റിച്ചുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. അതേസമയം ബംഗളൂരുവിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ബംഗളൂരു ബിസിനസ് കോറിഡോർ നടപ്പാക്കുന്നതിൽ സർക്കാർ ഇപ്പോൾ അതിവേഗം മുന്നേറുകയാണ്. പടിഞ്ഞാറ് പെരിഫറൽ റിംഗ് റോഡ് എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതി നഗരത്തിൽ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ദിശകളിൽ ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പ്രധാന റോഡുകളിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ്. പദ്ധതിയുടെ തുടർ നടപടികൾക്കായി ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. ഒന്നിലധികം പാക്കേജുകളായി വിഭജിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് തുമുകുരു റോഡ്, ബെല്ലാരി റോഡ് ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനാണ് തീരുമാനം. മാർച്ച് മാസത്തിൽ 23 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ സ്ട്രെച്ചിനായുള്ള ടെൻഡറുകൾ ക്ഷണിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതെല്ലാം ചേർന്നാൽ വർഷങ്ങളായി വിവാദത്തിലകപ്പെട്ട ബംഗളൂരു മൈസൂരു ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ വീണ്ടും നിയമപരവും ഭരണപരവുമായ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവാവുകയാണ്. സുപ്രീം കോടതിയുടെ ഇടപെടൽ പദ്ധതിയുടെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുമെന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.